തിരുവനന്തപുരത്തെ മുട്ടട വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷിന് മത്സരിക്കാം. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ശ്രീ ശബരിനാഥൻ, വൈഷ്ണയ്ക്ക് മുട്ടട വാർഡിൽ മത്സരിക്കാം, വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു, കോടതി കയറേണ്ടി വന്നു ഈ നടപടിക്ക് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോടതിയിലേക്ക് പോയ പോരിൽ ഇപ്പോൾ വൈഷ്ണ വിജയിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കേണ്ടതുണ്ടായിരുന്നോ ശബരിനാഥ്? തീർച്ചയായിട്ടും ഇത്തരത്തിൽ കൊണ്ട് എത്തിക്കേണ്ടത് ആവശ്യമില്ലായിരുന്നു. കാരണം വളരെ ക്ലിയർ ആയിട്ടുള്ള കേസാണ്. ഒരാൾ അവരുടെ മറ്റ് ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്ത അഡ്രസ്സ്, ആ അഡ്രസ്സിൽ തന്നെ വോട്ടർ ആധാർ ഡോക്യുമെന്റ്, പാൻ കാർഡ്, പാസ്പോർട്ട് അടക്കം എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള കേസാണ്. അതിൽ പക്ഷേ ചില സർക്കാർ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് CPM-ന്റെ ചില എലമെന്റ്സിൽ ഇടപെട്ടുകൊണ്ട് അവരത് കുഴപ്പിക്കാൻ നോക്കിയപ്പോൾ അത് UDF-ഉം കോൺഗ്രസും ശക്തമായി അതിനുള്ള മറുപടി കൊടുത്തു. അതിനുശേഷം നിയമപരമായിട്ട് നമ്മൾ കോടതിയിൽ പോയി. നമ്മൾ കാണിച്ച രേഖകൾ വളരെ കൃത്യമായിട്ടുള്ള രേഖകളുമായിട്ടാണ് വൈഷ്ണ കോടതിയിൽ പോയത്. അപ്പൊ എന്തായാലും ഇതിന് ആ രേഖകളും നമ്മൾ ഇതിന്റെ ഹിയറിംഗിന് പറഞ്ഞ കാര്യങ്ങളും ആ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതിനുള്ള നന്ദി പറയുന്നു. പക്ഷെ അതോടൊപ്പം ഒരു 24 വയസ്സുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള വീട്ടിലെ ഒരു പൊതുപ്രവർത്തകയ്ക്ക് മത്സരിക്കാനുള്ള ഒരു മഹാഭാഗ്യം തട്ടിയെടുക്കാൻ വേണ്ടി CPM-നോടൊപ്പം പ്രവർത്തിച്ച ചില ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർ ആരായാലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായി UDF ഇനി മുന്നോട്ട് പോകും. കാരണം എന്തുമാത്രം ആവലാതി ആ ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി ഇരിക്കുമ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കഴിഞ്ഞ 4-5 ദിവസമായി ആ കുട്ടിയെ തൃശങ്കൂലാക്കി മത്സരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇലക്ഷൻ ഇടയ്ക്ക് ഹൈക്കോടതിയിലേക്ക് വിടുന്നു. ഇതൊക്കെ വല്ലാത്തൊരു മെന്റൽ ട്രോമ ആ ഒരു സാധാരണ കുട്ടിക്ക് ഉണ്ടായതാണ്. അപ്പൊ എന്തായാലും ആ ട്രോമ കാണിച്ച ആളുകൾക്കൊക്കെ ഈ ട്രോമ ഇതിനു വേണ്ടി പിന്നിൽ നിന്ന ആളുകൾക്കൊക്കെ മുഖത്ത് ഉള്ളൊരു വലിയ അടിയായിരിക്കും മുട്ടട വാർഡിലെ റിസൾട്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ വൈഷ്ണ സുരേഷ് മുട്ടടയിൽ നിന്ന് വിജയിക്കും. കോൺഗ്രസിന് ഇത് പ്രവർത്തനത്തിന് പുതിയൊരു ഊർജ്ജം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ ഒന്നാകെ നൽകുമെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ ഈ നിയമ പോരാട്ടം, അതോടൊപ്പം തന്നെ ഈ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ പോരാട്ടത്തിൽ ആദ്യ ജയം കോൺഗ്രസ് നേടിയിരിക്കുകയാണ്. ഇത് വലിയൊരു ഊർജം അല്ലെങ്കിൽ വലിയൊരു ആത്മവിശ്വാസം തിരുവനന്തപുരം നഗരസഭയിലടക്കം UDF-നും കോൺഗ്രസിനുമൊക്കെ നൽകും എന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റക്കെട്ടായിട്ട് ടീം UDF ആയിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. നമ്മൾ നഗരത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള ആശാ വർക്കർ മുതൽ IT വർക്കേഴ്സ് വരെയുള്ള ഒരു നല്ല പാനലിനെ നമ്മൾ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ കോർപ്പറേഷനെതിരെയുള്ള കൃത്യമായിട്ടുള്ള അവരുടെ തെറ്റുകൾക്കെതിരെയുള്ള ഒരു വിചാരണ നടത്തി അവരുടെ കുറ്റപത്രം നമ്മൾ സമർപ്പിച്ചു. അതിനിടയ്ക്കാണ് ഈ ഒരു വിഷയം വന്നപ്പോൾ ഒന്നിച്ചാണ് പാർട്ടി എല്ലാ ലീഡേഴ്സും താഴെത്തട്ടിലുള്ള വാർഡ് തലത്തിലുള്ള പ്രവർത്തകർ മുതൽ മുതിർന്ന നേതാക്കൾ വരെ എല്ലാവരും ഒന്നിച്ചാണ് ഒരു കുടുംബാംഗത്തെ സംരക്ഷിക്കുന്ന പോലെ വൈഷ്ണവെ സംരക്ഷിച്ചത്. ആ സംരക്ഷണത്തിന്റെ ഒരു അളവിലാണ് എന്ത് സംഭവിച്ചാലും വൈഷ്ണവയുടെ അവസാന അറ്റം നമ്മൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ആ സ്ഥാനാർത്ഥിക്ക് KSUക്കാരിക്ക് നമ്മൾ കൊടുത്തിരുന്നു. അത് നമ്മൾ നല്ല നിയമ സഹായം അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം അടക്കം തിരുവനന്തപുരത്ത് സഹായിച്ച മൃദുൽ മാത്യു അടക്കമുള്ള ആളുകൾ എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചു. അവസാനം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. അത് എന്തായാലും ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു. അതിന് നന്ദി ഇലക്ഷൻ കമ്മീഷനോട് ഞാൻ പറയുകയാണ്. ഈ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദികളെന്നാണ് താങ്കൾ പറയുന്നത്. CPIM-ന് ഇതിലൊന്നും പങ്കില്ലെന്നാണോ? ഒരിക്കലുമല്ല. CPIM ഇത് ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധിയാണ്. പക്ഷെ ഉദ്യോഗസ്ഥർ CPM-നോടല്ല അവർക്ക് കടപ്പാടുള്ളത്. ഉദ്യോഗസ്ഥർ സ്റ്റേറ്റിന്റെ ഉദ്യോഗസ്ഥരാണ്. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പൈസ കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ കോർപ്പറേഷനിലുള്ള ആളുകൾ 10-40 വർഷമായിട്ട് LDF ഭരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് പറയുന്നിടത്ത് നീലാവശ കൊണ്ട് ഒപ്പിടുന്നതല്ല ഉദ്യോഗസ്ഥരുടെ ജോലി. ആ ഉദ്യോഗസ്ഥർക്ക് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പറയുകയാണ്, CPM പറയുന്നത് കേൾക്കുന്നതല്ല നിങ്ങളുടെ ജോലി. നിങ്ങൾ ജനഹിതമനുസരിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കും. ഇത് പിന്നീട് പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ ചെയ്യും. വളരെ നന്ദി ശ്രീ KS ശബരിനാഥൻ.
ഈ സമയത്ത് 24-നോട് പ്രതികരിച്ചതിന്. വൈഷ്ണ സുരേഷിന് തിരുവനന്തപുരം മുട്ടടയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്ന കാര്യമാണിപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ വൈഷ്ണ സുരേഷിന്റെ പേരും ഉൾപ്പെടുത്തിയിരിക്കുന്നു. റദ്ദാക്കിയ നടപടി അത് പിൻവലിച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ നടപടി ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.